ഇവിടെ നമുക്ക് തല വെക്കാൻ പറ്റിയ നല്ലൊരു പൂവും കൂടെ കിട്ടുന്നതാണ്. സോ നൈസ്. അല്ല നിനക്ക് ഇത്ര വലിയ പ്ലേറ്റ് കഴിക്കാൻ പറ്റും? ഹായ് ഹലോ. അപ്പൊ ഇന്ന് എന്റെ ഫുഡ് അടിക്കാനായിട്ട് വലിയൊരു ഇൻഫ്ലുവൻസർ, പിന്നെ ബ്ലോഗർ, മോഡൽ ഷൂട്ട് അങ്ങനെയൊക്കെ ചെയ്യണ പേരെന്തായിരുന്നു? നന്ദന. ഓക്കെ, നന്ദന വ്ളോഗ്സ്. അപ്പൊ ഇന്ന് നമ്മളിപ്പോ ഫുഡ് അടിക്കാനുണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് എന്ത് ഫുഡ് അടിക്കണ്ടേ? നമ്മളിന്ന് നല്ല തൃശ്ശൂര് നല്ല പ്ലാറ്റർ ഡിഷുകളും അറേബ്യൻ ഡിഷുകളും കിട്ടുന്ന ഒരു അടിപൊളി സ്പോട്ടിലാണ് എത്തിയിട്ടുള്ളത്. സ്പോട്ടിന്റെ പേര് റോയൽ റെസ്റ്റോറന്റ്. യെസ്. അപ്പൊ ഇവളുടെ വീടാണെങ്കിൽ ആ കോഴിക്കോടാണ്. അപ്പൊ ഈ പുട്ട് ഐസ്ക്രീം ഒക്കെ തൃശ്ശൂരിൽ ആദ്യം കൊണ്ടുവന്ന ഒരു സ്പോട്ടാണ് നമ്മുടെ ഈ റോയൽ റെസ്റ്റോറന്റ്. അപ്പൊ നമുക്ക് ഇനി കോഴിക്കോട്ടുകാരിക്ക് പറഞ്ഞു കൊടുക്കാം ഇനി ഇവിടുത്തെ രുചി എന്താണെന്ന്. അല്ലേ? വെയിറ്റിംഗ് അല്ലേ? അപ്പൊ ഇനി കഴിക്കാം. വാ. സ്റ്റാർട്ട് ആയിട്ട് ഫിംഗർ ഫിഷ് ആണ് ഞങ്ങൾ പറഞ്ഞേട്ടാ. ഞാൻ എടുത്തുട്ടോ. നമ്മുടെ ചിക്കന്റെ സെയിം തന്നെ ഫിഷ് വെച്ചിട്ട് ചെയ്തല്ലേ. നമ്മൾ സ്റ്റാർട്ട് ആയിട്ട് പറഞ്ഞില്ലേ നെയ്മീനാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മാർക്കറ്റിന്റെ അവൈലബിൾ അനുസരിച്ചിട്ട് ഇതിൽ മീനും മാറും, ഈ ഷേപ്പും മാറും. ഓക്കെ, ഇപ്പൊ എന്തായാലും ഈ സംഭവം അടിപൊളിയുണ്ട്. ഇഷ്ടമായി. ഭയങ്കര ക്രിസ്പി അല്ലേ? ക്രിസ്പി ക്രഞ്ചീസ് ആണ്. പിന്നെ ഇതിനൊപ്പം വന്ന ഡിപ്പ് സെറ്റ് ഡിപ്പാട്ടാ, അടിപൊളിയുണ്ട്. നോർമൽ മയോണൈസ് ഒന്നല്ല, നല്ലൊരു ഫ്ലേവറിൽ തന്നെ ഡിപ്പ് വന്നേക്കണം. അല്ല നിനക്ക് ഇത്ര വലിയ പ്ലേറ്റ് കഴിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഇതാണ് ഇവിടുത്തെ ത്രിബിൾ ലെയർ ആയിട്ടുള്ള പ്ലേറ്റർ. ഇതിന്റെ പേര് ഷെഫ് ത്രിബിൾ പ്ലേറ്റർ എന്നാണ്. ഇതിലപ്പോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത് ദിസ് ഈസ് ബീഫ് കബാബ്, ചിക്കൻ കബാബ്, ടിക്ക, അൽഫാം ആൻഡ് ലോലിപോപ്പ്, മന്തി റൈസ്. പിന്നെ ഇതിന്റെ ഒപ്പം കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനം ഉണ്ട്, ഹമ്മൂസ് എന്ന് പറയും. ഒലിവ് ഓയിൽ പോലത്തെ ഒരു സംഭവമാണ്. ശരിക്കും ഈ സംഭവം ഇല്ലെങ്കിൽ ആൾക്കാർ ഈ സംഭവം കഴിക്കില്ല എന്നാണ് ഇവിടുത്തെ സ്റ്റാഫ് പറഞ്ഞത്. കാരണം അറബ് കൺട്രീസിലൊക്കെ കൂടുതൽ മുസ്ലിംസ് ഒക്കെ ഈ സംഭവമാണ് നന്നായിട്ട് കഴിക്കണേ ഇതിന്റെ ഒപ്പം. പിന്നെ ഇത് നോർമൽ ബട്ടർ നാന, പിന്നെ ഇതിന്റെ ഒപ്പം മയോണൈസ്, ചട്നി, അങ്ങനത്തെ ഐറ്റംസ് ഒന്നും വന്നിട്ട്. അപ്പൊ നമുക്ക് കഴിക്കാല്ലേ? ചിക്കൻ കബാബ്. എനിക്ക് ചിക്കൻ കബാബ് ഇടട്ടെ. അപ്പൊ ചിക്കൻ കബാബ് 3 എണ്ണവും, ബീഫ് കബാബ് 3 എണ്ണം, ടിക്ക 5 പീസ്, അൽഫാമിന്റെ 4 പീസ് എല്ലാം എടുത്ത് കൂട്ടി വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് കഴിച്ച കബാബും ടിക്കൊക്കെ? ബീഫ് കബാബ് അടിപൊളി. ചിക്കൻ കബാബ് ട്രൈ ചെയ്ത് നോക്കട്ടെ. ബീഫ് കഴിച്ച് ഇഷ്ടപ്പെട്ടപ്പോ ബീഫ് തന്നെ കഴിച്ചു. ഓ, അൽഫാംസ് ഒക്കെ അടിപൊളിയുണ്ട് കേട്ടോ. ഐ തിങ്ക് ദിസ് വൺ ഈസ് എഗ് മിക്സ്ഡ്. എഗ് മിക്സ് ഉണ്ട് അല്ലേ? ചെറുതായിട്ട് തോന്നുന്നു. അപ്പൊ ഇവിടെ കബാബ് ട്രൈ ചെയ്തു. അപ്പൊ ഞാനിവിടെ അൽഫാമും ടിക്കൊക്കെയാണ് ട്രൈ ചെയ്തത്. അൽഫാമൊക്കെ നോർമൽ അൽഫാമാണ്, അതുകൊണ്ട് തന്നെ വേറെ ഫ്ലേവറും ഒന്നും വരുന്നില്ല. പക്ഷെ നല്ല ടേസ്റ്റും വേണം. ചിക്കൻ നല്ല ഫ്രഷ് മീറ്റ് ആണ്, അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് കഴിക്കുമ്പോൾ തന്നെ. ടിക്കാണെങ്കിലും നമ്മൾ അധികം വന്നപ്പോൾ കഴിച്ചില്ല, അതിൻ്റെതായിട്ടുള്ള ചൂട് സംഭവമൊക്കെ പോയി, ആ ഒരു ഫ്രഷ്നെസ് പോയി. പക്ഷെ ടേസ്റ്റ് ഉണ്ട്. ആ ഒരു വന്നപ്പോഴത്തെ ഒരു ഫ്രഷ് മീറ്റ് നമുക്ക് കിട്ടുന്നില്ല ഇപ്പോൾ കഴിക്കുമ്പോൾ. കാരണം അവച്ചാട്ടം പറയുകയും ചെയ്തു, നമ്മൾ ഇത് ഏസിലിങ്ങനെ ഇരിക്കുന്നതോടും ഇതിന്റെ ടേസ്റ്റ് അങ്ങനെ കുറയുന്നു. അതിൻ്റെതായിട്ടുള്ളൊരു വ്യത്യാസം വന്നു. പക്ഷെ ടേസ്റ്റ് നമ്മളൊക്കെ ഉണ്ട്. അല്ല ഈ പൂ നീ എടുത്തോ. ഇവിടെ നമുക്ക് തല വെക്കാൻ പറ്റിയ നല്ലൊരു പൂവും കൂടെ കിട്ടുന്നതാണ്. സോ നൈസ്. എനിക്ക് ഇത്രയും സാധനം കിട്ടിയിട്ട് ഇതാ ഇഷ്ടായി. നോക്കട്ടെ, വെറൈറ്റി പേർലാതി. മന്തിരൈസുണ്ട്, അടിപൊളി. ഒരു വേറൊരു ഫ്ലേവർ ഉണ്ടല്ലേ നോർമൽ മന്തിരൈസ്. കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള മന്തിരൈസ് ആണ്. നോർമലായിട്ട് കിട്ടുന്ന റൈസ് എന്ന് പറയാൻ പറ്റില്ല. ഒരു ഇവരുടേതായിട്ടുള്ള ഓതന്റിക് ഫ്ലേവർ അല്ലേ. 3 ത്രിബിൾ ഷെഫ് പ്ലേറ്ററാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങൾ 4 പേര് കഴിച്ചു. എന്നിട്ട് അതിൽ ഫുഡ് ബാക്കിയുണ്ടായിരുന്നു. അത്ര നല്ല ക്വാണ്ടിറ്റി ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ മന്തി റൈസാണ് ഒരു ഓതന്റിക് ഫ്ലേവറിനെ ഫീൽ ചെയ്തു അല്ലേ.
ഇതാണ് അവർ പറഞ്ഞ പ്രീമിയം ഹമൂസ്. അപ്പൊ ഇതിനൊപ്പം നമ്മൾ ടിക്ക, പിന്നെ കബാബ്, ബട്ടർ നാൻ ഇതൊക്കെയാണ് ട്രൈ ചെയ്യേണ്ടത്. മന്തി റൈസിനൊപ്പം അല്ല. അപ്പൊ ഇനി ട്രൈ ചെയ്ത് നോക്കിയോ. ലോലിപോപ്പ് എടുക്കാം. നോർമൽ മയോണൈസ് കൂട്ടുന്ന പോലെ ഇല്ല, അതിന് നല്ല വ്യത്യസ്തമായിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാൻ ട്രൈ ചെയ്യണം. നീ ആദ്യമായിട്ടാ? ഓ, അപ്പൊ എന്തായാലും പിന്നെ ഒലിവ് ഓയിലൊക്കെ ആയിട്ടാണ് മിക്സ് ചെയ്താണ് സംഭവം അടിപൊളിയുണ്ട് കേട്ടോ. നിങ്ങൾ എന്തായാലും വന്നാൽ ഈ സംഭവം എന്തായാലും ചോദിച്ചു പഠിക്കണം. ഹമൂസ് അപ്പൊ ഈ പുട്ട് ഐസ്ക്രീം 4 ഫ്ലേവർ കൂടി കമ്പൈൻ ചെയ്തിട്ട് വരണേ. വാനില, മാംഗോ, ചോക്ലേറ്റ്, ബട്ടർ സ്കോച്ച്. പിന്നെ അടിയിൽ നട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോ ഞാൻ ഇത് പറയണ ഇടയിൽ ഇവിടെ കഴിച്ചു നോക്കി. എങ്ങനെയുണ്ട് സംഭവം? കഴിച്ചത് എങ്ങനെയുണ്ട്? അടിപൊളി അല്ലേ? മിണ്ടാണ്ട് കഴിച്ചോണ്ടിരിക്കുക. കുറച്ചുകൂടെ വാനില മിക്സ് ആക്കി കഴിക്കാം. അപ്പൊ നമ്മുടെ തൃശ്ശൂരിൽ ആദ്യം ഒരു പുട്ട് ഐസ്ക്രീം കൊണ്ടുവന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ്, റോയൽ റെസ്റ്റോറൻറ്റ്. അപ്പൊ നമ്മുടെ ഈ കോഴിക്കോടുകാർക്ക് അറിയില്ല, ഞങ്ങൾ തൃശ്ശൂർക്ക് ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഇവരാട്ടോ. പിന്നെ ഫൈനലി ഈ പുട്ട് ഐസ്ക്രീം ഓർഡർ ചെയ്തു. പുട്ട് ഐസ്ക്രീം നമുക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാം. 4 ഫ്ലേവർ കൂടി കമ്പൈൻ ചെയ്തിട്ട് സംഭവം വന്നേണേ. പിന്നെ അത്യാവശ്യം നട്ട്സുകളൊക്കെ ഇതിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രോട്ടീനുമാണ് ടേസ്റ്റുമാണ്. പിന്നെ ഇവളാണ് കോഴിക്കോടുകാരി ആയിരുന്നു. അപ്പൊ എങ്ങനെയായിരുന്നു ഇനി നിന്റെ ടേസ്റ്റുകളൊക്കെ? എനിക്ക് ഇഷ്ടപ്പെട്ടു, കഴിച്ച ഐറ്റംസ് ഇഷ്ടപ്പെട്ടു. പിന്നെ ആംബിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 10-50 പേർക്കൊക്കെ അപ്രോക്സിമേറ്റ്ലി ഇരിക്കാൻ തോന്നുന്നു. 85 പേർക്ക് വരെ ഇരിക്കാം. അജാട്ടപ്പുഴ 85 പേർക്ക് വരെ. പിന്നെ ആംബിയൻസും കിട്ടുകയാണ്, സ്റ്റേജും പ്രോഗ്രാംസ് ഒക്കെ അറേഞ്ച് ചെയ്യാം. പിന്നെ ഇവർക്ക് കാറ്ററിംഗ് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും ട്രൈ ഔട്ട് ചെയ്യാം. അപ്പൊ എങ്ങനെയുണ്ട് കഴിച്ച ഫുഡൊക്കെ? എല്ലാം അടിപൊളിയായിരുന്നു. ഏതായാലും കൂടുതൽ ഇഷ്ടപ്പെട്ടു പ്ലേറ്റ്? ലോലിപോപ്പ് ഇഷ്ടപ്പെട്ടു, എല്ലാം ഇഷ്ടപ്പെട്ടു. ഇനി പുട്ട് ഐസ്ക്രീം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. അപ്പൊ ഈ സ്പോട്ട് തന്നെ നമ്മുടെ തൃശ്ശൂർ MG റോഡിലാണ് റോയൽ റെസ്റ്റോറന്റ്. അപ്പൊ ഇവിടെ സ്റ്റേജും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവര് ഇവന്റ് കാറ്ററിംഗ് കാര്യങ്ങളെല്ലാം നടത്തുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും ട്രൈ ഔട്ട് ചെയ്യുക. താഴെ ലൊക്കേഷൻ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ഫുഡി ടോപ്പ്.